അത്രയും അന്ന് പാലമില്ല, ബസ്സില്ല, സ്കൂളുകൾ, ഹയർ സെക്കൻഡറികളില്ല. അപ്പോൾ ഈ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ IASനോടുള്ള ഒരു താല്പര്യം അതെങ്ങനെ ഉണ്ടായി മനസ്സിൽ? സാധാരണ ആ സമയത്ത് എല്ലാവരും കളിക്കുക, തോട്ടത്തിൽ പോവുക, അങ്ങനത്തെ, പിന്നെ അല്ലെങ്കിൽ ഗൾഫിൽ പോവുക. അപ്പോൾ വിദ്യാഭ്യാസത്തിനോടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷനിലേക്കുള്ള ആ ഒരു ത്വര അതെങ്ങനെയായിരുന്നു സാർ? ഇത് എനിക്ക് അതിന് വ്യക്തമായിട്ടുള്ള എനിക്കൊരു ഉത്തരവില്ല. പക്ഷേ എൻ്റെ ഉപ്പ മമ്മിയാജി 1953 കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ അന്നേരം ഞാൻ ഒരു ലെറ്റർ ഹെഡ് കണ്ട് ഉപ്പാൻ്റെ 1953. ആ ലെറ്റർ ഹെഡിലുണ്ട് BS ഹാജി മുഹമ്മദ്, അടൂർ വില്ലേജ്, സൗത്ത് കാനറ ഡിസ്ട്രിക്റ്റ്, എന്നിട്ട് മദ്രാസ് ഗവൺമെൻറ്, ആ ഒരു പ്രൊവിഷൻ്റെ അങ്ങനത്തെ മദ്രാസ് ഗവൺമെൻറ്റിൽ. അപ്പോൾ എന്ന് വെച്ചാൽ ഉപ്പാക്ക് അന്ന് തന്നെ ചിലപ്പോൾ പഠിപ്പിക്കണം മക്കളെ, എല്ലാവരും തോട്ടവും കാശുണ്ടാക്കലും ഇതൊക്കെ ആ പൈസ ഉണ്ടാക്കലും ഇതിനുള്ള ആ ഒരു തത്രപ്പാടിൻ്റെ ഇടയിൽ ഇയാൾ കുറേ അധ്വാനിച്ച് പഠിപ്പിച്ചെല്ലാം. എല്ലാവരും 10 മക്കളുണ്ടാകുമ്പോൾ ഞങ്ങൾ പലരും 1